എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ 9th ആണ്. അപ്പൊ ഇനി കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാ ഏരിയാസും കവർ ചെയ്ത് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്? ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് വേർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ട്രേഡ് ഫൈനാൻഷ്യൽ അസറ്റ് സച്ച് ആസ് സ്റ്റോക്ക്, ബോണ്ട്, കറൻസീസ്, ഡെറിവേറ്റീവ്സ് ആൻഡ് കമ്മോഡിറ്റീസ്. അതായത് ഫൈനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള സ്റ്റോക്കും ബോണ്ടും കറൻസീസും ഡെറിവേറ്റീവ്സും ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസിനെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്കോണമിയിൽ ഫ്ലോ ഓഫ് ക്യാപിറ്റല് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ ബിസിനസിന് ഫണ്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ ബിസിനസ് ഫണ്ട് എങ്ങനെയാണ് റേസ് ചെയ്യുക? അതായത് പബ്ലിക്കിന്റെ അടുത്ത് നിന്നാണ് റേസ് ചെയ്യാം അല്ലെ. അങ്ങനെ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഷെയർ, ബോണ്ട് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ബിസിനസിന് ഫണ്ട് റേസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഏതെങ്കിലും ഷെയറിലും ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതിലൂടെ അവർക്കൊരു റിട്ടേൺ കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ഏൺ ചെയ്യാനും ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇക്കോണമി എഫിഷ്യന്റ് ആയിട്ട് വളരണമെങ്കിൽ അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള മനസ്സിലായല്ലോ. ഫൈനാൻഷ്യൽ അസറ്റുകൾ, അതായത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ് സ്റ്റോക്ക്, ബോണ്ട്, കറൻസീസ് ഒക്കെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റ് പ്ലേസിനെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്? പ്രധാനപ്പെട്ട 4 ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് മണി മാർക്കറ്റ്, രണ്ടാമത്തത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. മൂന്നാമത്തത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, നാലാമത്തത് കമ്മോഡിറ്റി മാർക്കറ്റ്. ഓക്കെ, ഇനി ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ്? ദ മണി മാർക്കറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് വേർ ഷോർട്ട് ടേം ബോറോയിങ്സ് ആൻഡ് ലെൻഡിങ്സ് ഓഫ് ഫണ്ട് ടേക്ക് പ്ലേസ്. ദ മെച്യൂരിറ്റി പീരീഡ് ഈസ് യൂഷ്വലി ലെസ് ദാൻ 1 year. അതായത് ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ട് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനുമുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് മണി മാർക്കറ്റ്. ഓക്കെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട അല്ലെങ്കിൽ അടച്ചു തീർക്കേണ്ട മെച്യൂരിറ്റി പീരീഡ് വരുന്ന മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റ് ആണ് മണി മാർക്കറ്റ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ പ്രധാനമായിട്ടും ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ലിക്വിഡിറ്റി ഫോർ ഷോർട്ട് ടേം ഫണ്ടിങ്. അതായത് ഇപ്പം ബിസിനസിനും അതേപോലെ തന്നെ ഗവൺമെന്റിനൊക്കെ ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ ആ ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് മണി മാർക്കറ്റ്. ഓക്കെ, മണി മാർക്കറ്റിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ട്രഷറി ബില്ല്, രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, മൂന്നാമത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, നാലാമത്തത് റീപർച്ചേസ് എഗ്രിമെന്റ് അഥവാ റിപ്പോസ്. ഇത് എന്താന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോകണ്ട. എന്താണ് ട്രഷറി ബില്ല്? അതായത് ഗവൺമെന്റിന് ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അവര് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രഷറി ബില്ല്. ഓക്കെ, അപ്പൊ ട്രഷറി ബില്ല് ഗവൺമെന്റ് എന്ത് ചെയ്യും? പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. പബ്ലിക് ആ ട്രഷറി ബില്ല് വാങ്ങിയിട്ട് ഫണ്ട് ഗവൺമെന്റിന് കൊടുക്കും. ഓക്കെ, അപ്പൊ അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, അതായത് കമ്പനീസ് ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, കമ്പനീസിന് അവരുടെ ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്? ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഫോർ ഫിക്സഡ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്. അതായത് എന്റെ കുറച്ച് ഫണ്ട് ഞാൻ ബാങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഡെപ്പോസിറ്റിന് അവിടുത്തെ ബാങ്ക് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് കോൾ മണി, വെരി ഷോർട്ട് ടേം ഫണ്ട് യൂഷ്വലി ഫോർ 1 to 14 days യൂസ്ഡ് ബൈ ബാങ്ക്സ്. അതായത് ബാങ്ക്സ് അവരുടെ ചെറിയ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കോൾ മണി. അതായത് ഒരു ദിവസം മുതൽ 14 ദിവസം വരെയുള്ള ഫണ്ടിലേക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്
കോൾ മണി ഇതൊന്നും അറിഞ്ഞിരിക്കാം. ദെൻ റീപർച്ചേസ് എഗ്രിമെന്റ് അഥവാ റിപ്പോസ്. എന്താണ് റിപ്പോസ്? ഷോർട്ട് ടേം ലോൺ വേർ സെക്യൂരിറ്റീസ് ആർ സോൾഡ് ആൻഡ് റീപർച്ചേസ്ഡ് ലേറ്റർ. അതായത് ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് വിൽക്കുകയും പിന്നീട് അത് റീപർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് റിപ്പോ അല്ലെങ്കിൽ റീപർച്ചേസ് എഗ്രിമെന്റ്. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടത് ട്രഷറി ബില്ല് ഗവൺമെന്റ് ഉപയോഗിക്കുന്നതാണ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് കമ്പനീസ് ഉപയോഗിക്കുന്നതാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിന് ബാങ്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്, കോൾ മണി എന്ന് പറയുന്നത് 1 to 14 ഡേയ്സിലേക്കുള്ള ഫൈനാൻഷ്യൽ നീഡിന് വേണ്ടിയിട്ട് ബാങ്ക്സ് ഉപയോഗിക്കുന്നതാണ്. ദെൻ റീപർച്ചേസ് എഗ്രിമെന്റ് ഷോർട്ട് ടേം ലോൺ ആണ് കേട്ടോ, സെക്യൂരിറ്റീസ് വിൽക്കുകയും പിന്നീട് അത് റീപർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്താ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ദെൻ മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന്, സെൻട്രൽ ബാങ്ക് മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കാരണം സെൻട്രൽ ബാങ്കിന് ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അവർ മണി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാറുണ്ട്. ഓക്കെ, RBI ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്നുള്ള എല്ലാവർക്കും അറിയാലോ അല്ലെ. രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വൈഡ്ലി മണി മാർക്കറ്റ് ഉപയോഗിക്കാറുണ്ട്, കമ്പനീസ് ഉപയോഗിക്കാറുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കാറുണ്ട്, ഗവൺമെന്റ് ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നും അറിഞ്ഞിരിക്കണേ. ഓക്കെ, ദെൻ അടുത്തത് പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? മണി മാർക്കറ്റ് ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? ലോങ് ടേമിലേക്കുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പനീസും ഗവൺമെന്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി എന്താ നോക്കൂ. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ മാർക്കറ്റ് വേർ ലോങ് ടേം ഫണ്ട് ഓവർ 1 years ആർ റേസ്ഡ് ബൈ ബിസിനസ് ഗവൺമെന്റ് ത്രൂ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ലൈക്ക് സ്റ്റോക്ക്, ബോണ്ട് എക്സെട്ര. അതായത് കമ്പനീസിനും ഗവൺമെന്റിനും ലോങ് ടേമിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പൊ ലോങ് ടേമിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ഉപയോഗിക്കുന്ന ഫൈനാൻഷ്യൽ അസറ്റുകളാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് സ്റ്റോക്ക്, ബോണ്ട് ഒക്കെ. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യുന്നു? അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ ആവശ്യം വന്നാല്, ലോങ് ടേമിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ ആവശ്യം വന്നാല് അവര് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ സ്റ്റോക്കും ബോണ്ടും ഒക്കെ സെല് ചെയ്യും അല്ലെ. അപ്പൊ പബ്ലിക് എന്ത് ചെയ്യും? ഈ സെല് ചെയ്യുന്ന ഈ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റോക്കും ബോണ്ടും ഒക്കെ അവർ പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിലൂടെ ബിസിനസിന് ക്യാഷ് കിട്ടും ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് റിട്ടേൺ കിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് കേട്ടോ. അപ്പൊ നമ്മളെ ഇക്കോണമി വളരണമെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈമറി മാർക്കറ്റ് ആണ്, രണ്ടാമത്തത് സെക്കൻഡറി മാർക്കറ്റ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് കമ്പനീസ് അവരുടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നും പറയാറുണ്ട്, IPO. ഓക്കെ, അപ്പൊ IPOയിലൂടെ കമ്പനി അവരുടെ പുതിയ ഷെയർ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അത് ആ മാർക്കറ്റിനെ പറയുന്ന പേര് പ്രൈമറി മാർക്കറ്റ് എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, വേർ എക്സിസ്റ്റിംഗ് ഷെയർസ് ആർ ട്രേഡഡ്. അതായത് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പൊ നിങ്ങൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഇവിടേക്ക് എന്താ നടക്കുന്നത്? കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസ് ട്രേഡ് ചെയ്യപ്പെടുകയാണ് അല്ലെ. കുറച്ച് ആളുകൾ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ അവർ വിൽക്കും അല്ലെ, വേറെ ആളുകൾ അത് വാങ്ങും. അങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസ് ട്രേഡ് നടത്തുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, ഇനി ഇനീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഷെയർ കമ്പനി വിൽക്കുന്ന മാർക്കറ്റാണ് അത് പ്രൈമറി മാർക്കറ്റ് എന്നാണ് പറയാം. അതൊന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത ടൈപ്പ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? നോക്കൂ, ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് എ ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് വേർ കറൻസീസ് ആർ ട്രേഡഡ്. അതായത് ഇന്റർനാഷണൽ ലെവലില് ഓരോ രാജ്യത്തിനും ഓരോ ടൈപ്പ് ഓഫ് കറൻസി ഉണ്ട് അല്ലെ. അപ്പൊ ഈ കറൻസിന്റെ മൂല്യം അഥവാ വാല്യൂല് ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഡിഫറൻസിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കറ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ അതൊരു കറൻസി ട്രേഡഡ് മാർക്കറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ലിക്വിഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയും നോക്കൂ. ഇപ്പൊ US ഡോളർ അതേപോലെ തന്നെ ഇന്ത്യൻ റുപ്പീസ് ഫിസിക്കൽ ടു 83.50. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഒരു US ഡോളറിന്റെ ഇന്ത്യൻ വാല്യൂ എന്ന് പറയുന്നത് 83.50 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇത് കൂടുകയും കുറയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു
മാർക്കറ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തത് നോക്കൂ, കമ്മോഡിറ്റി മാർക്കറ്റ്. എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റ്? കമ്മോഡിറ്റി മാർക്കറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ മാർക്കറ്റ് പ്ലേസ് വേർ കമ്മോഡിറ്റീസ് ലൈക്ക് ഗോൾഡ്, ഓയില്, വീറ്റ് ആൻഡ് മെറ്റൽസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. അതായത് കമ്മോഡിറ്റീസ് വിൽക്കപ്പെടുന്ന ഫൈനാൻഷ്യൽ മാർക്കറ്റിനെയാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗോൾഡ്, ഓയില്, വീറ്റ്, മെറ്റൽസ് ഒക്കെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടാറുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കട്ടോ, എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്നുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 4 ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഇനി ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാണ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്? ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, ടു പ്രൊവൈഡ് എന്റർടൈൻമെന്റ്. ഓപ്ഷൻ ബി, ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്. ഓപ്ഷൻ സി, ടു റീപ്ലേസസ് ബാങ്ക്. ഓപ്ഷൻ ഡി, ടു കൺട്രോൾ ഗവൺമെന്റ് പോളിസീസ്. ഏതാണ് ആൻസർ? അതായത് ഫൈനാൻഷ്യൽ അസറ്റിന്റെ എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ആണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നോക്കൂ, ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഒന്നാമത്തത് RBI ആണോ? എന്താണ് RBI? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബി, സെബി ഉണ്ട് അല്ലെ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദെൻ ഓപ്ഷൻ സി, നബാർഡ് ഉണ്ട് അല്ലെ. ദെൻ ഓപ്ഷൻ ഡി, IRDA ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സെബി ആണ്. അതായത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അന്ന് ഓർത്തിരിക്കണേ. ഓക്കെ. ദെൻ അടുത്ത് നോക്കും, the money market deals with option A, long term loan. Option B, short term loan. Option C, only equities. Option D, real estate. നമ്മൾ പറഞ്ഞാണ് അല്ലെ, മണി മാർക്കറ്റ് ഷോർട്ട് ടേം ലോൺ ആയിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. then അടുത്ത് നോക്കൂ, ബോൺസ് ആർ ഓൾസോ കോൾഡ്. ഓപ്ഷൻ എ, ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ ബി, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ സി, ഡെറിവേറ്റീവ്സ്. ഓപ്ഷൻ ഡി, കമ്മോഡിറ്റീസ്. ബോണ്ട് എന്ന് പറഞ്ഞാല് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. അതായത് കമ്പനീസ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്റ്റ് ആയിട്ട് റേസ് ചെയ്യുന്ന ഫണ്ട് ആണ് ബോണ്ട്. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ദെൻ അടുത്ത് നോക്കൂ, ആൻ IPO സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ, ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഓപ്ഷൻ ബി, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഓപ്ഷൻ സി, ഇന്ത്യൻ പേയ്മെന്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി, ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഓർഡർ. IPO എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് അല്ലെ. അതായത് ഞാൻ ഇവിടെ പറഞ്ഞതാണ്, ഒരു കമ്പനി അവരുടെ ഷെയർ ഫസ്റ്റ് ടൈം ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഞാൻ അടുത്ത് നോക്കൂ, ദ സെക്കൻഡറി മാർക്കറ്റ് ഡീൽസ് വിത്ത്. ഓപ്ഷൻ എ, ന്യൂലി ഇഷ്യൂഡ് ഷെയർസ്. ഓപ്ഷൻ ബി, ട്രേഡിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. ഓപ്ഷൻ സി, ഗവൺമെന്റ് ബോൺസ് ഓൺലി. ഓപ്ഷൻ ഡി, കറൻസി എക്സ്ചേഞ്ച്. സെക്കൻഡറി മാർക്കറ്റ് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? അതായത് എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ ട്രേഡ് ആണ് അല്ലെ. കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ ട്രേഡ് നടക്കുന്ന മാർക്കറ്റ് ഏതാണ്? സെക്കൻഡറി മാർക്കറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പൊ ഇവിടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ഉണ്ട്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എളുപ്പത്തിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓരോ ഏരിയാസും കവർ ചെയ്ത് പഠിക്കാം. കൊമേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.